നമ്മളെ പറഞ്ഞു വന്നിരുന്നു പ്രിപ്പറേഷൻ ഓഫ് എ കീറ്റോൺസ്. ഡിഫറൻസ് ഈ സിമ്പിൾ. ആസിഡ് ആണെങ്കിൽ ആസിഡ് ഹൈഡ്രോളിസ് നടത്തുക, കീറ്റോൺ ആണെങ്കിൽ കീറ്റോൺ ഹൈഡ്രോളിസ് നടത്തുക. രണ്ട് കേസിലും ഒരേപോലെയാണ്. യു ഇൻട്രൊഡ്യൂസ് either one or two alkyl groups to stochastic ester and subject it to either acid hydrolysis for the preparation of acid or ketonic hydrolysis for the preparation of a ketones. വളരെ സിമിലർ ആണ്. And you can see that നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക. നേരത്തെ പറഞ്ഞു നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക. For example, suppose you are asked how will you prepare 4-methyl 2-hexanol 4-methyl 2-hexanol from acetoacetic ester or starting from acetoacetic ester. How will you prepare the following compounds? നോട്ട് ഇതാന്ന് വിചാരിച്ചോ. 4-methyl 2-hexanol. നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ഈ വേണ്ട കീറ്റോണിന്റെ സ്ട്രക്ചർ തെറ്റാതെ, സ്ട്രക്ചറൽ ഫോർമുല തെറ്റാതെ അവിടെ വരുമ്പോൾ 4-methyl, അത് വളരെ പ്രധാനമാണ്. കാരണം അത് തെറ്റിപ്പോയാൽ കംപ്ലീറ്റ് തെറ്റായിരിക്കും. 4-methyl 2. അപ്പൊ 2-hexanol എന്ന് പറഞ്ഞാൽ എന്താണ്? CH3CO 2 1 2 പിന്നെ 3 4 5 6 അല്ലേ? 1 2 3 4 5 6 2-hexanol. ഇപ്പൊ റെഡിയായി. 2-hexanol ആയി തീർന്നില്ല. 4-methyl 1 2 3 4. ഇപ്പൊ നമുക്ക് വേണ്ട ഫോർമുല എന്താണ്? 4-methyl 1 2 3. നമ്പർ ശരിയല്ലേ? 1 2 3 4 5 6. 4-methyl 2-hexanol ആണ്. ഈ 4-methyl 2-hexanol നമ്മൾ എവിടെ തുടങ്ങിയിട്ടുണ്ടാക്കണം? അസറ്റോഅസിറ്റിക് ആസിഡ് തുടങ്ങിയിട്ടുണ്ടാക്കണം. അപ്പൊ നമ്മളിങ്ങനെ ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് വേണ്ട കീറ്റോണിന്റെ ഫോർമുല ചെയ്തതിനു ശേഷം അസിറ്റോൺ പാർട്ട് കട്ട് ചെയ്ത്, അസിറ്റോൺ പാർട്ട് എന്ന് പറഞ്ഞാൽ CH3CO ഒരു കാർബൺ ഉണ്ട്, ഇത് കട്ട് ചെയ്ത് കളയും. ബാക്കി എന്താണുള്ളത് ശ്രദ്ധിക്കുക. ബാക്കി രണ്ട് കഷ്ണം ഒറ്റ കഷ്ണേ ഉള്ളൂ. ശ്രദ്ധിക്കുക. CH3 ഇങ്ങനെ ഒറ്റ പീസാണ്. ഇപ്പൊ എന്താ ഇതിന്റെ ഫോം? CH3 CH2 CH2 CH3 അല്ലേ? ഈ ഫോർമുല ഈ ആൽക്കിൽ ഗ്രൂപ്പ് നമുക്ക് വേണ്ടത് CH3 CH2 CH3 വിത്ത് 1 ബാലൻസ്. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കും? എന്താ സാധനം ഇത്? ദിസ് ഈസ് ഐസോബ്യൂട്ടൈൽ ബ്രോമൈഡ്, അല്ലെങ്കിൽ ചുരുക്കം പറഞ്ഞാൽ 2 ബ്രോമോബ്യൂട്ടൈൻ ആണ് നമുക്ക് വേണ്ട ആൽക്കൈൽ ഹാലൈഡ്. 2 ബ്രോമോബ്യൂട്ടൈൻ ഓർ ഐസോബ്യൂട്ടൈൽ ബ്രോമൈഡ്. നമുക്ക് ഇങ്ങനെ എഴുതാം CHBr CH3 ഇങ്ങനെയൊക്കെ എഴുതിയാൽ സംഗതി ഇതെല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കുക. ദിസ് ഈസ് എ ഐസോബ്യൂട്ടൈൽ ഗ്രൂപ്പ്, ഐസോബ്യൂട്ടൈൽ ബ്രോമൈഡ് എന്ന് പറയാം. അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ ഈ പേരിനെ പറ്റി നാളേക്ക് വിഷമിക്കണേ പറയുന്നേ ഉള്ളൂ. ദിസ് 2 ബ്രോമോബ്യൂട്ടൈൻ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അസറ്റോഅസിറ്റിക് ആസിഡ് എടുക്കുന്നു, അതിനെ സോഡിയം സോൾട്ട് ആക്കി മാറ്റുന്നു. ആ സോഡിയം സോൾട്ടിനെ ഐസോബ്യൂട്ടൈൽ ബ്രോമൈഡ് അല്ലെങ്കിൽ 2 ബ്രോമോബ്യൂട്ടൈൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. നമുക്ക് നോക്കാം എന്താ കിട്ടുന്നത്. Make it real sodium methoxide, then with the isobutyl bromide or 2 bromobutane, you will get a CH3CO. CH2 ലാണ് നമ്മൾ ഒരു H ആണ് പോകുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്തോ? CH എന്ന് മാത്രം എഴുതോ, COOAT. പലരും ചെയ്യുന്ന CH2 എന്ന് എഴുതിയിട്ട് പിന്നെ താഴോട്ട് എഴുതുക. ശ്രദ്ധിക്കുക, ഒരു H പോയാൽ മാത്രമേ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വരൂ. മനസ്സിലായില്ലേ? കാർബൺ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഓർമ്മ, കാർബണിന്റെ വാലൻസ് എപ്പോഴും 4 കൂടാൻ പാടില്ല നമ്മൾ എഴുതുമ്പോൾ. ശ്രദ്ധിക്കുക, ഒരു CH2 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന് നമ്മൾ പിന്നെ 2 ബാലൻസ് ബാക്കി ഉണ്ടാവും. CH3 എന്ന് എഴുതിയാൽ 1 ബാലൻസ് ബാക്കി ഉണ്ടാവും. അത് ശ്രദ്ധിക്കണം എപ്പോഴും. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തോ? ഇവിടെയാണ് നമ്മുടെ ഗ്രൂപ്പ് വരുന്നത്. എന്താ ഗ്രൂപ്പ് വരുന്നത്? ഇതാണ് വരുന്നത്. അത് എഴുതുമ്പോൾ CH2 CH3 ഇങ്ങോട്ട് ഒരു CH3. മനസ്സിലാകുന്നുണ്ടോ? ഇത് തിരിച്ച് ഇങ്ങോട്ട് അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല. ഈ ഗ്രൂപ്പാണ് അവിടെ വന്നത്. CH CH2 CH3 CH3. ഓക്കെ,
ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പിൽ ഈ കോമ്പൗണ്ട് ഈസ് സബ്ജക്റ്റഡ് ടു ketonic hydrolysis, that is first reaction with ആരാണ്? yes, dilute aqueous KOH. സെക്കൻഡ് ഇവിടെ കീറ്റോൺ ഉണ്ടാക്കും. എന്ത് ചെയ്യുക? ഹീറ്റ് 3 വോൾട്ട്. അവിടെ നേരത്തെ പോലെ അസിഡിഫൈ ചെയ്യുന്നുണ്ട്. അസിഡിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. അസിഡിഫൈ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ആസിഡാണ്. ആൽക്കലിന്റെ പ്രസൻസ് ഉണ്ടാക്കുമ്പോൾ സോൾട്ടായി പോവും. ആ സോൾട്ടിനെ മാറ്റാൻ വേണ്ടി നമ്മൾ ആസിഡ് ഇവിടെ എന്താ ചെയ്യേണ്ടത്? അതിലോട്ട് KOH ചേർത്ത് കഴിഞ്ഞാൽ കീറ്റോൺ ആവും. അതിന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കീറ്റോൺ ആവും. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ശ്രദ്ധിക്കുക. ഈ ഭാഗത്ത് എന്തോ ഒരു മാറ്റം വരും. എന്തായിരുന്നു മാറ്റം? കീറ്റോണിക് ഹൈഡ്രോളിസിസ് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, HOH. എന്താ നമുക്ക് കിട്ടുന്നത്? CH3 CO CH2 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 CH3 CH3 CO CH2 CH2 CH3 ഇങ്ങോട്ട് എവിടെയാണ്? CH2 കഴിഞ്ഞ് ഇവിടെ CH3 4 methyl 2 hexanol 1 2 3 4 5 6 hexanol ആണ്. 2 hexanol ആണ്. 4 methyl ആണ്. നമ്മൾ ഉദ്ദേശിച്ച സാധനം അതാണ്. 4 methyl 2 hexanol. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ ആസിഡ് ചേർത്തിട്ട് ഇവിടെ HCl ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ആൽക്കലി ചേർത്തിട്ട് ഇവിടെ ആൽക്കലി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കീറ്റോൺ ആണ് കിട്ടുന്നത്. കീറ്റോൺ കിട്ടൂല ശരിക്കും. നമുക്കറിയാം എന്താ കിട്ടുന്നത് ശരിക്കും? ബീറ്റാ കീറ്റോ ആസിഡ് കിട്ടുക. ചൂടാക്കുമ്പോഴാണ് എന്താകുന്നത്? അത് കീറ്റോൺ ആയി മാറുന്നത്. ഓർമ്മ നേരത്തെ പറഞ്ഞത് ഭാഗ്യത്തിന് ഇവിടെ ഇത് ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പൊ പ്രധാന സ്റ്റെപ്പ് എന്താണ്? പ്രധാന സ്റ്റെപ്പ് ഇൻട്രൊഡ്യൂസിംഗ് ദി റിക്വയർഡ് alkyl group to acetoacetic ester and then subjecting to ketonic hydrolysis. Ketonic hydrolysis is with a dilute aqueous or dilute ethanolic KOH. Okay, മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതേ സ്ഥാനത്ത് നമ്മള് ഇപ്പൊ എന്താണ് ഇതിന്റെ ഫോമിൽ എന്താണ്? 4 മീഥൈലിന് പകരം 3 മീഥൈൽ ആയിരുന്നുവെങ്കിൽ ഇതാണ് നമുക്ക് വേണ്ടിയിരുന്നെങ്കിൽ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ 4 മീഥൈൽ 3 മീഥൈൽ പറയുന്നത് മനസ്സിലാകുന്നല്ലോ. 3 മീഥൈൽ 2 ഹെക്സനോൺ ആണ് വേണ്ടെങ്കിൽ ഇതാ അത് എഴുതി അതിനുശേഷം ഇത് കട്ട് ചെയ്ത് കളയാം. ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ കാണുന്നത് എന്താണ്? ഇപ്പൊ കട്ട് ചെയ്യുമ്പോൾ കാണുന്നത് ഇതൊരു സാധനം, ഇത് വേറെ സാധനം. ഒരു മീഥൈലും ഒരു പ്രൊപ്പൈലും. ഈ രണ്ട് ഗ്രൂപ്പുകൾ നമ്മൾ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതിലേക്ക് അസറ്റോസിക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം കീറ്റോണിക് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കീറ്റോൺ കിട്ടും. ക്ലിയർ? അങ്ങനെ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് 1 2 ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന് കീറ്റോണിക് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കീറ്റോൺ കിട്ടും. നമ്മൾ ആകെ ചെയ്യേണ്ടത് നമുക്ക് ഏത് കീറ്റോൺ ആണോ ആവശ്യമുള്ളത് ആ കീറ്റോണിന്റെ സ്ട്രക്ചറൽ ഫോർമുല അവിടെ നിരത്തി വരക്കുക. അതിനുശേഷം അതിൽ നിന്ന് CH3 CO അടുത്ത കാർബൺ അത് അസെറ്റോൺ പാടുന്നത് അത്രയും ഭാഗം കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു സർക്കിൾ ഇതേപോലെ ഒരു കള്ളിയിലാക്കി മാറ്റുക. ബാക്കി എന്താണ് വരുന്നത് നോക്കുക. ബാക്കി ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് വരാം, ചിലപ്പോൾ 2 ഗ്രൂപ്പ് വരാം. ഒരു ഗ്രൂപ്പ് വന്നാൽ അതിന് കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക. 2 ഗ്രൂപ്പ് വന്നാൽ അതിന് 2ന്റെയും കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡ് എടുത്തിട്ട് ഓരോ ആൽക്കൈൽ ഗ്രൂപ്പ് 1 by 1 ആയിട്ട് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിനുശേഷം ആൽക്കലി ഡൈല്യൂട്ട് aqueous KOH ഉപയോഗിച്ചിട്ട് ഹൈഡ്രോളൈസ് ചെയ്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീറ്റോൺ കിട്ടും. ഹൈഡ്രോളിസിസ് നടക്കുന്നത് ശ്രദ്ധിക്കുക. ഇതുപോലെയാണ്. ഓർമ്മിക്കുക. മനസ്സിലായില്ലേ? കീറ്റോണിക് ആസിഡ് ഹൈഡ്രോളിസിസ് ആണ് നടക്കുന്നതിനാണ് ആസിഡ് നമ്മൾ ഇതേ കോമ്പൗണ്ട് ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തി നമുക്ക് എന്താ കിട്ടുക? The same compound if you subject to acid hydrolysis, what is the product formed there? അപ്പോഴേ നമുക്ക് ഇതാണ് അതേപോലെ ഇതാണ് CH3 CO CH COOET CH CH2 CH3 CH3. ഇത് നമ്മൾ ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തുന്നെങ്കിൽ 2 സ്ഥലത്ത് ഹൈഡ്രോളിസിസ് മറ്റേ ഇവിടെ പോയല്ല വ്യത്യാസമുണ്ട്. ഇതാ ഒന്നിവിടെ ഒന്നിവിടെ. നമ്മള് 2 വാട്ടർ മോളിക്യൂൾ കാണിക്കും. ഇവിടെ ഒറ്റ വെച്ച കാണിക്കുന്നത്. ഇതിനെന്താ കിട്ടും? നമുക്ക് ഇതാ ഈ പറഞ്ഞ ആസിഡ് കിട്ടും. ഇങ്ങനെ വന്ന് CH2 COH എന്നിട്ട് ഏത് ആസിഡ് കിട്ടും നമുക്ക് ഇവിടെ? ശ്രദ്ധിക്കേ. CH3 CH2 CH3 താഴോട്ട് പോട്ടെ. പിന്നെന്താണ്? CH2 COH ഈ ആസിഡ് കിട്ടും നമുക്ക്. ഏത് ആസിഡാണ്? 1 2 3 4 5. Yes, it is a 3 methyl pentanoic acid. മനസ്സിലായില്ലേ? ഇപ്പോഴേ ആസിഡ് ഹൈഡ്രോളിസിന്റെ മെത്തേഡ് മനസ്സിലാക്കുക. കീറ്റോണിക് ഹൈഡ്രോളിസിന്റെ മെത്തേഡ് മനസ്സിലാക്കുക.
അസിഡ് ഹൈഡ്രോളിസിൽ ആസിഡാണ്. അസറ്റിക് ആസിഡ് എന്താണ് ഒരു പാട്ട് നമ്മൾ നോക്കുന്ന പോലുമില്ല. അതൊരു ബൈ പ്രോഡക്റ്റ്. അതിനെപ്പറ്റി ആലോചിക്കും. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട സാധനം ഈ സെന്ററിൽ കാണും. ദാറ്റ് ഈസ് ദിസ് ആസിഡ്. അതുണ്ടാക്കാൻ നമ്മൾ ഈ പണിയൊക്കെ എടുക്കുന്നത്. അസറ്റിക് ആസിഡ് ഉണ്ടാക്കാൻ ഇത്ര മെത്തേഡ് ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? അസറ്റിക് ആസിഡ് ഇസ് എ ബൈ പ്രോഡക്റ്റ്, എത്തനോൾ ഇസ് എ ബൈ പ്രോഡക്റ്റ്. ഇവിടെയും എത്തനോൾ ബൈ പ്രോഡക്റ്റ് ആണ്. പിന്നെ ഒന്നും ബൈ പ്രോഡക്റ്റ് ഇല്ല, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതുകൊണ്ട് പോകും. മനസ്സിലായില്ലേ? ഇപ്പോൾ രണ്ടെണ്ണമായി. ഒന്ന് കാർബോക്സിലിക് ആസിഡ്. എന്ത് ടൈപ്പ് കാർബോക്സിലിക് ആസിഡ് ആണ്? ആൽക്കൈൽ അസറ്റിക് ആസിഡ് ആൻഡ് ഡൈ ആൽക്കൈൽ അസറ്റിക് ആസിഡ്. പിന്നെന്താണ്? കീറ്റോൺസ്, മീഥൈൽ കീറ്റോൺസ് ഓൺലി എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് എപ്പോഴും 2 ബ്യൂട്ടനോളോ 2 ഓൺ. കാരണം എന്താണ്? CH3CO എന്ന് പറഞ്ഞാല് CO വരുന്ന രണ്ടാമത്തെ കാർബൺ. അപ്പോൾ 2 ഓൺ ആണ്. ബ്യൂട്ടനോൾ, 2 ബ്യൂട്ടനോളോ 2 പെന്റനോളോ 2 ഹെക്സനോളോ 2 ബ്യൂട്ടനോൾ ഇല്ലേ, സോറി. കാരണം ബ്യൂട്ടനോൾ എന്ന് പറഞ്ഞാൽ 2 ബ്യൂട്ടനോൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? CH3CO CH2 CH3 ഇതാണ് ബ്യൂട്ടനോൾ. ഇത് നമ്മൾ 2 എന്ന് പറയേണ്ട. കാരണം എങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താൽ മതി. ബ്യൂട്ടനോൾ കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ പെന്റനോൾ എന്ന് പറഞ്ഞാലോ, പെന്റനോൾ എന്ന് പറഞ്ഞാൽ CH3CO CH2 CH2 CH3 ഉണ്ട്. CH3 CH2 CO CH2 CH3 ഇത് രണ്ടും പെന്റനോൾ ആണ്. ദിസ് ഈസ് 2 പെന്റനോൾ ആൻഡ് ദിസ് ഈസ് 3 പെന്റനോൾ. മനസ്സിലായോ? ഈ പെന്റനോൾ നമുക്ക് ഉണ്ടാക്കാൻ, ഈ പെന്റനോൾ ഉണ്ടാക്കാൻ പറ്റില്ല ബൈ അസിറ്റോസ്റ്റിക് എസ്റ്റർ മെത്തേഡ്. അസിറ്റോസ്റ്റിക് എസ്റ്റർ മെത്തേഡിൽ എപ്പോഴും നമുക്ക് എന്ത് വേണം? ഒരു ഭാഗത്ത് മീഥൈൽ അല്ലെങ്കിൽ അതിന്റെ പേര് 2 ഓൺ ആയിരിക്കും എപ്പോഴും. ബ്യൂട്ടൻ 2 ഓൺ, പെന്റൻ 2 ബ്യൂട്ടൻ സോറി പെന്റൻ 2 ഓൺ, ഹെക്സൻ 2 ഓൺ നമുക്ക് പറഞ്ഞിട്ട് അത് മാത്രമല്ല 2 ഹെക്സനോൺ 2 ബ്യൂട്ടനോൺ 2 ഹെപ്റ്റനോൺ അതൊക്കെ ഉണ്ടാക്കാം. പക്ഷെ എന്ത് പറ്റില്ല? 3 ഹെക്സനോൺ ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താണ്? 3 ഹെക്സനോൺ എന്ന് പറഞ്ഞാൽ CH3 CH2 CO എന്ത് വരും എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് ഇതില്ല. മനസ്സിലായില്ലേ? അതുണ്ടാക്കാൻ പ്രയാസം. ശ്രദ്ധിക്കുക. ഒരു ഭാഗത്ത് എപ്പോഴും എന്ത് വേണം? മീഥൈൽ ഗ്രൂപ്പ് വരണം. അതുകൊണ്ടാണ് പറയുന്നത് ഓൺലി മീഥൈൽ കീറ്റോൺസ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദിസ് മെത്തേഡ്. ഓൺലി mono alkyl acetic acid and dialkyl acetic acid can be prepared by the previous method. പറ്റാത്ത ആസിഡുകളും പറ്റുന്ന ആസിഡുകളുണ്ട്, പറ്റാത്ത കീറ്റോണുകളും പറ്റുന്ന കീറ്റോണുകളുണ്ട്. ആ ഫോർമുല ചെയ്തൊക്കെ നമുക്ക് മനസ്സിലാവും. മനസ്സിലായില്ലേ? നമ്മൾ ഒരു കീറ്റോണിന്റെ ഫോർമുല ചെയ്ത് നോക്കുക. അങ്ങനെ വരുന്നത് CH3 CO CH3 ഇതിന്റെ പേരെന്താണ്? അതിന്റെ പേര് 3,3-dimethyl. എന്താണ്? ബ്യൂട്ടനോൾ. 3,3-dimethyl. 3,3-di ബ്യൂട്ടനോൾ ആണ്. 1 2 3 4 3 ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കാർബൺ 2 മീഥൈൽ. ഈ 3,3-dimethyl ബ്യൂട്ടനോൾ നമുക്ക് ഒരിക്കലും അസിറ്റോസ്റ്റിക് എസ്റ്റർ മെത്തേഡ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താണ്? കാരണം ഒരു ഭാഗത്ത് മീഥൈൽ ഉണ്ട്, കുഴപ്പമില്ല, അതവിടെ ഉണ്ടാവും. ഇതിവിടെ ഉണ്ട്. ഈ 3 മീഥൈൽ ഗ്രൂപ്പ് നമുക്ക് അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. Only 2 groups can be introduced into acetostic so that you cannot prepare this compound by acetostic ester method. Clear ആണോ? ഓക്കെ. ഇനി നമുക്ക് വേറെ ടൈപ്പ് കോമ്പൗണ്ട് നോക്കാം. ഡൈകാർബോക്സിലിക് ആസിഡ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഡൈകാർബോക്സിലിക് ആസിഡിനെ പറ്റി കുറെ. ഓക്സാലിക് ആസിഡ്, മലോണിക്, സബ്സിനിക്, ഗ്ലൂട്ടാറിക്, അഡിപിക് പോലെയുള്ള ആസിഡുകളും അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആസിഡുകളും ഒക്കെ ആ ഗ്രൂപ്പിൽ ഡൈകാർബോക്സിലിക് ആസിഡ്. Suppose you consider a reaction like this. CH3 CO CHCOOET. അതിന്റെ സോഡിയം സോൾട്ട്, അതായത് സോഡിയം സോൾട്ട് ഓഫ് അസിറ്റോസ്റ്റിക് എസ്റ്റർ. This is made to react with ഇതെന്താണ്? This is ethyl acetate. ഇത് CL ഇല്ലെങ്കിൽ ഇതെന്താണ്? CH3 എന്നായിരുന്നു ethyl acetate ആണ്. ഇതിന്റെ പേര് എന്താണ്? ഇതിന്റെ പേര് ethyl chloroacetate എന്നാണ്. Because it is the ethyl ester of chloroacetic. Chloroacetic acidന്റെ ethyl ester ആണ്. ethyl ester നമ്മൾ വെറുതെ എന്ത് പറയൂ? നമ്മളേത് പറഞ്ഞിട്ടുണ്ട്? വെറുതെ എസ്റ്റർ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ് ഇതിന്റെ പേര്? This is called chloroacetic ester. ഗവൺമെന്റ് പറഞ്ഞത് അസിറ്റോസ്റ്റിക് എസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോറോ. ഇവിടെ ഇപ്പൊ CH3CO നേടി എന്തായി? അസിറ്റോസ്റ്റിക് എസ്റ്റർ ആയി. സോ ദിസ് ഈസ് എ ക്ലോറോഅസെറ്റിക് എസ്റ്റർ. ക്ലോറോഅസെറ്റിക് എസ്റ്റർ ഓർ ഈഥൈൽ ക്ലോറോഅസെറ്റേറ്റ് എന്നും പറയാം. ഇത് നമ്മൾ റിയാക്ട് എന്താ കിട്ടുക? നമ്മൾ നേരത്തെ ആൽക്കൈൽ ഹാലൈഡ് ചെയ്ത പോലെ തന്നെ ഇവിടെ NaCl പോയിട്ട് ഈ ഭാഗം ഇത് അങ്ങനെ തന്നെ പോയിട്ട് ഇവിടെ ചേരും. ഇപ്പൊ എന്താ നമുക്ക് കിട്ടും? CH3CO CHCOOET. ഇവിടെ എന്താണ്? CH2COOET. മനസ്സിലാകുന്നുണ്ടോ?
We are using chloroacetic ester with a sodium salt of first acetic ester. Chloroacetic ester sodium salt of first acetic ester കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഈ സോഡിയം ക്ലോറോഅസിറ്റിക് ആസിഡിലെ ക്ലോറിനും സോഡിയം സോൾട്ടിലെ സോഡിയം കൂടി സോഡിയം ക്ലോറൈഡ് ആയി പോയിട്ട് ബാക്കി വരുന്ന ആ ഫ്രാഗ്മെന്റ് ഇവിടെ കൃത്യമായിട്ട് ആൽക്കൈൽ ഹാലൈഡ് പോലെ തന്നെ ഇതിപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് ഇതൊരു ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് കണ്ടാൽ മതി. ഇത് ഹാലൈഡ് ആണ്, ഇവിടെ കൃത്യമായിട്ട് ചേർന്ന് ഇങ്ങനെ കിട്ടും. ഇനി ഇതിനെന്ത് ചെയ്യാം? നമുക്ക് ഇതൊരു എസ്റ്റർ ആണ്, നമുക്കറിയാം ക്യാൻ ബി ഹൈഡ്രോളൈസ്ഡ്. നമുക്കൊരു ആസിഡ് വേണമെങ്കിൽ ഈ ഹൈഡ്രോളൈസ് ചെയ്തിട്ട് കോൺസെൻട്രേറ്റഡ് എത്തനോളിക് KOH എന്ത് സംഭവിക്കും? നമ്മൾ സാധാരണ സംഭവിക്കുന്ന എവിടെ എവിടെ സംഭവിക്കും? HOH. പിന്നെ ഇവിടെ എസ്റ്റർ ഉണ്ട്, അവിടെ അതിനെ സംഭവിക്കും HOH. ഇവിടെ സംഭവിക്കുന്ന പോലെ എവിടെ സംഭവിക്കും? ആ വ്യത്യാസം നമുക്ക് എന്താ കിട്ടും നോക്കിയേ. COH, ഓക്കെ, CH2, ഓക്കെ, CH2, ഓക്കെ, COH. ഇപ്പൊ രണ്ട് ഭാഗത്ത് COH ഉള്ള ഇതേത് ആസിഡ് ആണ്? This is succinic acid. മനസ്സിലാണോ? ഇത് succinic acid ആണ്. So how will you prepare succinic acid from acetoacetic ester? This is a method. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ഒരു CH2 കൂട്ടിയാലേ ഇവിടെ CH2 കൂടും. മനസ്സിലായില്ലേ? നമ്മൾ ഇതിന് പകരം പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടെന്ന് എന്റെ വിശ്വാസം. ഇതിന് പകരം Cl, CH2, COET എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്ത് വ്യത്യാസം ഉണ്ടാവുക? ഇവിടെ CH2 കൂടുതൽ ഉണ്ടാവും, നമുക്ക് സക്സിനിക് ആസിഡിന്റെ പകരം ഗ്ലൂട്ടാറിക് ആസിഡ് കിട്ടും. ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, അത് അങ്ങനെ ഒരുപാട് ഇതുണ്ടെന്ന് പോയാൽ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെങ്കിലും ഒന്നോ രണ്ടോ മീഥൈൽ മെത്തിലിൻ, ഇവിടെ ഒരു മെത്തിലിൻ ഗ്രൂപ്പ് ഉണ്ട്, രണ്ട് മെത്തിലിൻ ഗ്രൂപ്പ് ഉണ്ട്. ഇതിനൊക്കെ ഇതേപോലെ സംഭവം. You can get a dicarboxylic acid by this method. So how will you prepare succinic acid from acetoacetic ester? This is the method. 1, 2, 3 succinic acid. How will you prepare glutaric acid? Then instead of chloroacetic ester you use this ester, you will get a. അപ്പോൾ എന്താണ് വേണ്ടത്? നമ്മൾ ഏകദേശം ഒരു ഐഡിയ മനസ്സിലുണ്ടാക്കിയിട്ട് ചെയ്യണം. നേരത്തെ പോലെയാണ്, യാതൊരു വ്യത്യാസമില്ല. ഇനി ഇതിനേക്കാളും കുറച്ചുകൂടി ജനറൽ ആയിട്ടുള്ള വേറൊരു മെത്തേഡ് ശരി അതേപോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ നമ്മൾ ചെയ്യുന്നത് ഈ കോമ്പൗണ്ടിന്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ആൽക്കൈൽ ഹാലൈഡിന് പകരം നമ്മൾ ഈ ടൈപ്പ് കോമ്പൗണ്ടാണ്. എന്താ സംഭവിച്ചത്? ശ്രദ്ധിക്കുക. CH3, CH2, CH2, CH3 ഇങ്ങനെ കുറെ CH2 എന്ന് വെച്ചോ. കുറെ അവസാനം ഇവിടെ രണ്ട് സ്ഥലത്തും ഞാൻ ഒരു ക്ലോറിൻ H പോയി ഒരു ക്ലോറിൻ വന്ന് ഇവിടെ H പോയി ഒരു ക്ലോറിൻ വന്നാൽ ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് അല്ലേ? Cl കുറെ CH2 അവസാനം പിന്നെ Cl. This can be called an alpha omega dihalide or a polymethylene dihalide. ക്ലോറൈഡോ ക്ലോറിനോ അല്ലേ? മെത്തിലിൻ കുറെ മെത്തിലീനും രണ്ടറ്റത്തെ രണ്ട് ഹാലൈഡ് പോളിമെത്തിലിൻ ഡൈഹാലൈഡ് എന്ന് പറയുന്നത്. ആൽഫ ഒമേഗ ഡൈഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ചെയിനിന്റെ ആൽഫ ഇസ് ദ ഫസ്റ്റ് ലെറ്റർ, എക്സും അല്ലെങ്കിൽ എന്താണ് എയും സെറ്റും പോലെയാണ് ആൽഫ ഒമേഗ ഗ്രീക്ക് ലെറ്ററിൽ. ലാസ്റ്റ് ലെറ്റർ നമുക്കറിയാം ഒമേഗ. ആൽഫ ഒമേഗ രണ്ടറ്റത്താണ് ഉദ്ദേശിക്കുന്നത്. ആൽഫ ഒമേഗ ഡൈഹാലൈഡ് എന്ന് പറയും. ഇതുപോലെ അധികം CH2 കൂടുതൽ ശരിയാവില്ല. ഇപ്പൊ എന്നാലും 2 or 3 CH2 ഒക്കെ ഉള്ള കോമ്പൗണ്ട്സ് ആണെങ്കിൽ ഇതും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ ഇതാ ഈ ഭാഗം ഇവിടെ ചേരും. ഇങ്ങനെ ഭാഗത്ത് വേറൊരു ഹാലൈഡ് ഉണ്ട്, ആ ഭാഗത്ത് വേറൊന്നും ചേരും. എന്താ ഉണ്ടാവുക? അങ്ങനെ നടക്കുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇഫ് യു മേക്ക് ഇറ്റ് റിയാക്ട് വിത്ത് ഞാൻ ഏറ്റവും സിമ്പിൾ ആയത് എടുക്കുക. CH2Cl, CH2Cl ഏറ്റവും സിമ്പിൾ ആയ നമ്മൾ പറഞ്ഞ CH2 ഒറ്റ പ്രാവശ്യം ഇടും. നമ്മൾ ഇവിടെ 1, 2, 3 അടുത്ത് വരാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ CH3, CO, CH, COET ഇതിന്റെ രണ്ട് ഹാലജൻ ഉള്ളത് കൊണ്ട് രണ്ട് ഭാഗത്ത് ഇത് റിയാക്ട് ചെയ്യും. ഇവിടെ റിയാക്ട് ചെയ്യും, ഇവിടെ റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്തുണ്ടാവും? ഇവിടുന്ന് ഒരു NaCl, ഇവിടുന്ന് ഒരു NaCl. എന്താണ് ഈ CH എന്ന് പറഞ്ഞ ഭാഗം ഇതിന്റെ ഇടയ്ക്കൊക്കെ കഴിക്കുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. സോ നമ്മൾ രണ്ടെണ്ണം എടുക്കൊന്നും വേണ്ട. നമ്മൾ എന്താ ചെയ്യുന്നത്? The sodium salt of acetoacetic ester is made to react with a compound like this. Cl, CH2 n times Cl or an alpha omega dihalide or a polymethylene dihalide or simply a compound with the formula Cl, CH2 n times Cl. n can be 1, 2, 3 etc. ഒരുപാട് കൂടിയത് വേറെ കോംപ്ലിക്കേഷൻ ഉണ്ടാവും. ഓക്കെ,
പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ പറയുന്നതാണ്. ഒരു ഇഷ്ടംപോലെ കിട്ടാൻ പറ്റില്ല. 2-3 മെത്തിലിക് ഗ്രൂപ്പുള്ള കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗത്തും ഓരോ ഇങ്ങനത്തെ പീസുകൾ ജോയിൻ ചെയ്തിട്ട് എന്തുണ്ടാവും? നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടിന്റെ ഫോമിൽ എങ്ങനെ ഉണ്ടാവുക? ഇത് പോയി ഇതിവിടെ കണക്റ്റഡ് ആയി, ഇതിവിടെ കണക്റ്റഡ് ആയി. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ഒരു കോമ്പൗണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇനി ഇത് നമ്മൾ ആസിഡ് ഹൈഡ്രോളിസ് നടത്തി കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇവിടെ 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 ഹൈഡ്രോളിസ് നടക്കും. ഇതാ HO H HO COH S CH2 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 COH. ഇവിടെ ഇതേപോലെ തന്നെ HO H. നമുക്ക് കിട്ടുന്ന ആസിഡ് നോക്കി നടുക്കൂടെ കാണുക. ആസിഡ് COH CH2 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 COH. 3 CH ഉള്ള ഏതാണ്? ഗ്ലൂട്ടാറിക് ആസിഡ്. വിൽ ഗെറ്റ് ഗ്ലൂട്ടാറിക് ആസിഡ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് CH ഇവിടെ രണ്ടെണ്ണം കൂട്ടിയാലോ വിൽ ഗെറ്റ് അഡിപിക് ആസിഡ്. കാരണം ഇവിടെ എടുക്കുന്നതിന് പകരം നമ്മൾ നേരത്തെ എടുത്ത എന്തായിരുന്നു? നേരത്തെ എടുത്ത CH2 CL CL ആയിരുന്നു. അതിന് പകരം എന്താണ്? CH2 CH2 CL എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നെക്സ്റ്റ് ഹാർ ഫോർമുല കിട്ടും. ഒരു CH2 കൂടിയാൽ അതിന് നെക്സ്റ്റ് ഹാർ. അങ്ങനെ ഒരുപാട് കൂട്ടാൻ പറ്റില്ല. അന്നേരം വേറെ ഞാൻ പറഞ്ഞ പ്രശ്നം വരും. എന്തായാലും ഇതാണ് മെത്തേഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് എ ഡൈകാർബോക്സിലിക് ആസിഡ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഹാലജനേറ്റഡ് എസ്റ്റർ. ആ എസ്റ്ററിന്റെ പ്രത്യേകത എന്താണ്? നോക്കിയേ, CH2 COOET. ഇതെടുത്തു കഴിഞ്ഞാല് C2 അടുത്ത ഒരു CH2 ഗ്രൂപ്പ് വീട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ നമുക്ക് എന്തെടുക്കാം? CH2 COET എടുത്തു കഴിഞ്ഞാല് ഒരു CH2 കൂടി വരും. എത്രയുള്ളൂ അതിന്റെ അടുത്ത്? അടുത്ത ഹാർ ഫോർമുല കിട്ടും. ദിസ് ഈസ് കോൾഡ് എൻ ഒമേഗ ഹാലോ എസ്റ്റർ എന്ന് പറയും. ഒമേഗ എസ്റ്ററിന്റെ ഇനി അറ്റത്ത് ഹാലജൻ വരും. ഒമേഗ ഹാലോ എസ്റ്റർ. അപ്പൊ നമുക്ക് രണ്ട് വിധത്തിലെ ഡൈകാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാം. ഒന്നുകിൽ മനസ്സിലാണ്ടോ? യു മേക്ക് ഇറ്റ് റിയാക്ട്. ആരാണ്? സോഡിയം സോൾട്ട് ഓഫ് ദി അസ്റ്റോസിക് എസ്റ്റർ റിയാക്ട് വിത്ത് പോളിമെഥിലീൻ ഡൈഹാലൈഡ് ആൻഡ് സബ്ജക്ട് ദി പ്രോഡക്റ്റ് ടു ആസിഡ് ഹൈഡ്രോളിസിസ്. ഓർ യു മേക്ക് ഇറ്റ് റിയാക്ട് വിത്ത് ഒമേഗ ഹാലോ എസ്റ്റർ ആൻഡ് മേക്ക് ആൻഡ് സബ്ജക്ട് ടു ആസിഡ് ഹൈഡ്രോളിസിസ്. ആസിഡ് ഹൈഡ്രോളിസിസ് എന്താണ് വേണം? നമ്മൾ റിയാക്ട് ചെയ്യുന്ന കോമ്പൗണ്ട് എന്താവാം? ഒന്നിക്കൽ ഒരു പോളിമെഥിലീൻ ഡൈഹാലൈഡ് ആവാം, അല്ലെങ്കിൽ എന്താവാം? അല്ലെങ്കിൽ ഒമേഗ ഹാലോ എസ്റ്റർ ആവാം. അങ്ങനെ നമുക്ക് ഡൈകാർബോക്സിലിക് ആസിഡ് നമുക്ക് ഈ മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കാം. സബ്സീനിക് ആസിഡ് വേണേൽ ഞാൻ പറഞ്ഞു ക്ലോറോഅസറ്റിക് ആസിഡ് എടുത്താൽ മതി. ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സീനിക് ആസിഡ് കിട്ടും. ഇതെടുത്തു കഴിഞ്ഞാൽ ഗ്ലൂട്ടാറിക് ആസിഡ് കിട്ടും. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ അടുത്ത് ഒരു CH2 വേണ്ടാന്ന് വെച്ചോ. നമുക്ക് വേണ്ടത് അതേത് ആസിഡ് ആയിരിക്കും? ഇതിന്റെ അടുത്ത് ഒരു CH2 ഇല്ലെങ്കിൽ ഇതാ ഇതിന്റെ നമ്പർ 0 ആണെങ്കിൽ എന്താണ്? അപ്പൊ CH2 COH എന്നുള്ള ആസിഡ് വേണം നമുക്ക്. അതിന്റെ പേരെന്താണ്? സബ്സീനിക് ആസിഡ് അല്ലേ? സബ്സീനിക് ആസിഡ് വേണമെങ്കിൽ അതിന് മെത്തേഡ് ഉണ്ട്. വളരെ സിമ്പിൾ ആണ്. ഞാൻ ഇവിടെ CH എഴുതാൻ കാരണം സോഡിയം സോൾട്ട് CH2 എന്നായിരുന്നു എഴുതേണ്ടിയിരുന്നത്. ഇവിടെ ഒരു സോഡിയം സോൾട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. COOET CH3 CO. 2 പ്രാവശ്യം ചെയ്യുന്നത് 2 മോളിക്കൂൾ റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ ഇതിന്റെ ഇടക്കാണ് ഇവിടെയാണ് ഫിറ്റിംഗ് വരേണ്ടത്. അവിടെ നമുക്ക് CH2 ഇല്ലാത്തൊരു സാധനം അയഡിനാണ്. അയഡിനോ ബ്രോമിനോ അയഡിനോ ഏറ്റവും നല്ലത്. അയഡിൻ ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള NaU 2 NaU കൂടെ ഉണ്ട്. കാരണം ഇത് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. മനസ്സിലുണ്ടോ? ഈ NaU ഈ NaO എന്താ ഈ 2 പീസും കൂടി ജോയിൻ ചെയ്തിട്ട് CH3 CO CH COOET joins with CH3 CO CH COET. 2 such fragments join together in the presence of iodine. ഈ അയഡിന്റെ സ്ഥാനത്ത് CH2I2 ആണല്ലോ. അപ്പൊ അതിനിടയ്ക്ക് ഒരു CH2 വരും. CH2 twice I2 ആണല്ലോ. 2 CH2 വരും. അതിനനുസരിച്ച് നമുക്ക് ഇവിടെ കിട്ടുന്ന ആസിഡ് എത്തിക്കുക. ഈ നമുക്ക് കിട്ടുന്ന ആസിഡ് ഈ ആസിഡ് നമുക്ക് കിട്ടുക. ഈ ആസിഡ് എന്താണ് ഇപ്പൊ എന്താ കിട്ടിയിരിക്കുന്നത്? 1 2 3 4 സബ്സീനിക് ആസിഡ് ആണ്. ഓക്സാലിക് ആസിഡ്, മലോണിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, സബ്സീനിക് ആസിഡ് ആണ്. മനസ്സിലായില്ലേ? സബ്സീനിക് ആസിഡ്. അപ്പൊ സബ്സീനിക് ആസിഡ് വേണമെങ്കിൽ എന്താ ചെയ്യുന്നത്? അസിറ്റോസിക് എസ്റ്ററിന്റെ സോഡിയം സോൾട്ട് എടുത്തിട്ട് അയഡിനായിട്ട് റിയാക്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിന്റെ അതിനുശേഷം കിട്ടിയ പ്രോഡക്റ്റ് എടുത്തിട്ട് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് സബ്സീനിക് ആസിഡ് കിട്ടും. അസിറ്റോസിക് എസ്റ്റർ സോഡിയം സോൾട്ട് എടുത്തിട്ട് CH2I2 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത് ഒരു CH2 വരും. അത് അതിന്റെ അടുത്ത ഹയർ ഫോർമുല ആകും. CH2 twice I2 എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ഹയർ ഫോർമുല ആകും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞ ഹാലജനേറ്റഡ് എസ്റ്റർ ഒമേഗ ഹാലോ എസ്റ്റർ ഉപയോഗിച്ചിട്ടും ചെയ്യാം. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഇതാ ഇവിടെയാണ്. അയഡിൻ ഉപയോഗിച്ച് ചെയ്തതിന് കിട്ടുന്നതാണ് സബ്സീനിക് ആസിഡ് ആണ്. മലോണിക് ആസിഡ് ഉണ്ടാക്കാൻ പറ്റൂല.
മലോണിക് ആസിഡിന്റെ മുകളിലോട്ടുള്ള ശ്രദ്ധിക്കുക ഡൈ കാർബോക്സിലിക് ആസിഡ് എബോ മലോണിക് ആസിഡ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ അസറ്റോസ്റ്റിക് എസ്റ്റർ മെത്തേഡ്. എല്ലാവരുടെയും ഒരു കൺസ്ട്രെയിന്റ് ഉണ്ട്, എല്ലാം പറ്റൂല, ചിലത് പറ്റാത്തതുണ്ട്. കാർബോക്സിലിക് ആസിഡിന്റെ കേസിൽ പറ്റാത്ത എന്താണ്? ഡൈ എന്തായിരുന്നു പറ്റാത്ത? ട്രൈ ആൽക്കൈൽ അസറ്റിക് ആസിഡ്. മോണോ ആൽക്കൈൽ അസറ്റിക് ആസിഡ് പറ്റും, ഡൈ ആൽക്കൈൽ അസറ്റിക് ആസിഡ് പറ്റും, പക്ഷേ ട്രൈ ആൽക്കൈൽ അസറ്റിക് ആസിഡ് cannot be prepared by acetoacetic ester method. കീറ്റോൺസിന്റെ കേസിൽ യെസ്, മീഥൈൽ കീറ്റോൺസ് ഓൺലി ക്യാൻ ബി പ്രിപ്പയർഡ്. കീറ്റോണിന്റെ ഒരു ഭാഗത്തെപ്പോൾ മീഥൈൽ ഗ്രൂപ്പ് വരുന്ന മാത്രമേ പറ്റൂ. ഡൈ കാർബോക്സിലിക് ആസിഡിന്റെ കേസിൽ ഓക്സാലിക് ആസിഡ് പറ്റൂല, മലോണിക് ആസിഡ് പറ്റൂല, സബ്സീനിക് ആസിഡ് മുതൽ മേലോട്ടുള്ള കാർബോക്സിലിക് ആസിഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. അതുപോലെ നമ്മൾ ആസിഡ് കണ്ട്, കീറ്റോൺ കണ്ട്, ഡൈ കാർബോക്സിലിക് ആസിഡ് കണ്ടു. അതേപോലെ നമുക്ക് ഡൈ കീറ്റോൺസ്, some diketones also can be prepared by acetoacetic ester method. Diketones ആകുമ്പോൾ നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിന് പകരം ഒരു അസൈൽ ഹാലൈഡ് സെലക്ട് ചെയ്താൽ മാത്രം മതി. മനസ്സിലായിട്ട് പറയുന്നത്? ആൽക്കൈൽ ഹാലൈഡിന് പകരം അസൈൽ ഹാലൈഡ് CH3CO CHCOOET സോഡിയം സോൾട്ട് ആണ്. അവിടെ നമ്മൾ RCOCl ആണ് ചേർക്കുന്നത്. ഒരു അസൈൽ ഹാലൈഡ്, ഇത് നമ്മൾ നേരത്തെ പഠിച്ച അസൈൽ ഹാലൈഡ്. ഇത് സോഡിയം സോൾട്ട് ആണ്. മൈനസ് Na+ ഉണ്ട്, എന്താവും? NaCl പോവും, എന്നിട്ട് ഈ ഭാഗം നേരെ പോയിട്ട് ഇവിടെ ചേരും. അപ്പൊ എന്താ ഉണ്ടാവുക? സമയം കുറവാണ്, ഞാൻ എഴുതുന്നില്ല. അപ്പോൾ എന്താവും? COR എന്നാവും. മനസ്സിലായില്ലേ? അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇത് നമ്മൾ കീറ്റോണിക് ഹൈഡ്രോളിസിസ് നടത്തുന്നു. When you subject to ketonic hydrolysis, you can see that what happens? Yes. കീറ്റോണിക് ഹൈഡ്രോളിസിസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ എഴുതാം. നമുക്ക് എന്ത് കിട്ടും? RCO CH2 CO CH3 ഉണ്ടോ? CH3 CO CH2 COR CH3 CO CH2 COR. എന്താ കിട്ടിയിരിക്കുന്നത്? യെസ്, 1,3 ഡൈകീറ്റോൺസ് പറയുന്നത്. ഇത് 1 ആണെങ്കിൽ ഇത് 3 ആണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഇത് 2 ആണ്, ഇത് 4 ആണ്. ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ പക്ഷെ കീറ്റോണിന്റെ സാധനം മാത്രമാണ് 1,3 ഡൈകീറ്റോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഫസ്റ്റ് പൊസിഷൻ ഒരു കീറ്റോണിന്റെ ഫസ്റ്റ് 1 ആണെങ്കിൽ മറ്റേത് 2 അല്ല 3 ആണ്. 1,3 ഡൈകീറ്റോൺസ്. സോ യു ക്യാൻ പ്രിപ്പയർ 1,3 ഡൈകീറ്റോൺസ്. മനസ്സിലാണ്ടോ? ഓർ ദിസ് ഓൾസോ കോൾഡ് ബീറ്റ ഡൈകീറ്റോൺസ്, അല്ല സോറി ഗാമ ഡൈകീറ്റോൺസ്. ആൽഫയാണെങ്കിൽ ബീറ്റ, ഇത് അല്ല സോറി ആൽഫ ഡൈ ബീറ്റ ഡൈകീറ്റോൺസ് ആണ്. ബീറ്റ ഡൈകീറ്റോൺസ് ഒരു കാർബണൈൽ ഗ്രൂപ്പ് തന്നെങ്കിൽ ഇത് ആൽഫ, ഇത് ബീറ്റ. ഇവിടെ തന്നെ കഴിഞ്ഞാലും ഇത് ആൽഫ, ഇത് ബീറ്റ. Beta diketones or 1,3 diketones can be obtained from acetoacetic ester. How? By making react sodium salt of acetoacetic ester with an acyl chloride, and the resulting product is subjected to ketonic hydrolysis. The product will be a diketone, a 1,3 diketone or a beta diketone. അങ്ങനത്തെ കോമ്പൗണ്ട്സ് നമുക്കിവിടെ നമ്മൾ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. ബാക്കി ഭാഗം ഫിക്സ് ശ്രദ്ധിക്കാം. ഇത്രയും ഭാഗത്തിന് യാതൊരു മാറ്റമില്ല, കാരണം ഇതൊക്കെ acetoacetic ester എന്ന് പറയുന്നതാണ്. ഇത് എന്തായാലും ഇതിന്റെ കൂടെ അസൈൽ ഗ്രൂപ്പാണ്. ഇത് റെഡി, ഇത് റെഡി, ഇത് റെഡി, ഇത് റെഡി. ഇത്രയും ഭാഗങ്ങള് നമ്മുടെ ചോയ്സിന് പുറത്താണ്. അതായത് ഇത്രയും ഭാഗങ്ങൾ. ഈ നമുക്ക് ഇഷ്ടം പോലെ മാറ്റാം. പല ടൈപ്പ് ബീറ്റ ഡൈകീറ്റോൺസ് നമുക്ക് ഉണ്ടാക്കാമെന്ന് അർത്ഥം. ഓക്കെ, നമ്മൾ അടുത്ത ക്ലാസ്